ആദിസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും നിരഞ്ജനയും കോയമ്പത്തൂരേക്ക് പോകാനായിട്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് രാത്രി 8:45 വിവേക് സൂപ്പർ ഫാസ്റ്റിലാണ് ഞങ്ങൾ പോകാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കോയമ്പത്തൂർ വെച്ച് നമ്മുടെ നിരഞ്ജനയ്ക്ക് ഒരു എക്സാമിനേഷൻ ഉണ്ട്. അപ്പം അതിനായിട്ടുള്ള യാത്രയാണ് കേട്ടോ. അപ്പം നിരഞ്ജന എഴുതാനായിട്ട് പോകുന്ന എക്സാമിനേഷൻ തമിഴ്നാട് സെറ്റിൻ്റെ എക്സാമിനേഷനാണ്. തമിഴ്നാട്ടിലെ കോളേജുകളിൽ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ സെറ്റ് എക്സാമിനേഷൻ പാസ്സാവണം. അപ്പം നിരഞ്ജന ഇപ്പം PG LLB PG എല്ലാം ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം PG 55% മതി നമുക്ക് സെറ്റ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ നിരഞ്ജന ഒന്ന് എഴുതി നോക്കാമെന്ന് കരുതി പോവുകയാണ്. അപ്പോൾ നിരഞ്ജന ഇങ്ങനെ ഒരു സെറ്റിൻ്റെ എക്സാമിനേഷന് കോയമ്പത്തൂർ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് എന്തിനാ തമിഴ്നാട്ടിലൊക്കെ പോയി സെറ്റൊക്കെ എഴുതുന്നത്, പിള്ളേരൊക്കെ അവിടെ ആയി പോകത്തില്ലെന്നൊക്കെ ഉള്ള ഒരുപാട് പേര് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കീർത്തനയായാലും നിരഞ്ജനയായാലും ഒക്കെ അവർ പ്രിഫർ ചെയ്യുന്നത് ഒരു ജോലിയാണ്. അത് എവിടെ ചെയ്യുന്നു എന്നല്ല, നമുക്കൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. അപ്പം മാക്സിമം ക്വാളിഫൈ ചെയ്ത് മാക്സിമം ട്രൈ ചെയ്ത് നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. ഇപ്പം ഓക്കെ, അങ്ങനെ നമ്മൾ ട്രെയിൻ വന്നു, നമ്മളിപ്പോൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. അപ്പം നല്ല തിരക്കുണ്ട് കോയമ്പത്തൂർ. അപ്പോൾ ഈ ഹോളിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പേര് നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു തിരക്കാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ ട്രെയിനിലും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ശരത്ത് കോയമ്പത്തൂർ ഉണ്ടായിരുന്നു, കാരണം ശരത്തിന് തൊട്ട് തലേ ദിവസം സെറ്റിൻ്റെ എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. അപ്പം അത് എഴുതാനായിട്ട് വന്നിട്ട് ഞങ്ങൾ വരുന്നത് കൊണ്ട് ശരത്ത് അവിടെ സ്റ്റേ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വെളിയിലോട്ട് ഇറങ്ങുകയാണ്. അപ്പം നമ്മൾ ശരത്തിനെ ഇതാ കണ്ടു കഴിഞ്ഞു. അപ്പം ശരത്താണ് ഇനി നമ്മുടെ ഗാർഡിയൻ. അപ്പം ഞങ്ങളെ ബസ് കയറ്റി വിടുന്ന വരെ ശരത്ത് ഞങ്ങളോട് കാണും. കാരണം തൂത്തുക്കുടിയിൽ നിന്ന് സാറും കീർത്തനയും കുഞ്ഞും കൂടെ ഈ കോയമ്പത്തൂരേക്ക് വരുന്നുണ്ട്. അപ്പോൾ സാറും കൂടെയാണ് ഞങ്ങളുടെ കൂടെ എക്സാമിനേഷന് വരുന്നത്. ശരത്തും കുഞ്ഞും കീർത്തനയും കൂടെ ഈ ടൗണിലൊക്കെ ഒന്ന് ചുറ്റും. അപ്പോഴത്തേക്കും ഞങ്ങൾ എക്സാമിനേഷൻ എഴുതി വരും. അപ്പം അതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ടൈം ടേബിൾ. അപ്പോൾ കോയമ്പത്തൂർ നരസീപുരം എന്നുള്ളൊരു സ്ഥലത്തുള്ള കോയമ്പത്തൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി എന്നുള്ള ആ ഒരു കോളേജിൽ വെച്ചാണ് നിരഞ്ജനയ്ക്ക് എക്സാമിനേഷൻ. അങ്ങനെ ഞങ്ങളിതാ ബസ് കാത്ത് നിൽക്കുകയാണ്. അപ്പം നരസീപുരത്തേക്ക് ബസ് വരും എന്ന് പറഞ്ഞ് 5 മണി തൊട്ട് 6:40 വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾക്ക് ബസ് കിട്ടിയത്. അപ്പം 21A എന്നുള്ളൊരു നമ്പർ ബസ്സായിരുന്നു. പക്ഷേ അത് വന്നപ്പോഴത്തേക്ക് 6:40. അപ്പോൾ അത്രയും സമയം എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെ ബസ് കയറിയിട്ട് ശരത്ത് പോയി. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്നും നരസീപുരത്തേക്ക് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം ഈ 2-3 ദിവസം കൊണ്ട് അവിടെ ഈ സെറ്റിൻ്റെ എക്സാമിനേഷൻ നടക്കുകയാണ്. അപ്പം കീർത്തനയുടെ ഒരു ഫ്രണ്ട് സുജ എന്ന് പറയുന്നൊരു ഫ്രണ്ടും ഒക്കെ 2 ദിവസത്തിന് മുമ്പ് എക്സാമിനേഷന് വന്നിരുന്നു. അപ്പം അവരെല്ലാം പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ ഈ ബസ് കയറിയത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഈ സെറ്റ് എക്സാമിനേഷന് വരുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാവരുടെ എയിമും ഒരു ജോലിയാണ്. നമുക്ക് സെറ്റ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഈ തമിഴ്നാട്ടിലെ കോളേജുകളിൽ നമുക്ക് കയറാനായിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് അത് കേട്ടോ. കേരളത്തിനെ അപേക്ഷിച്ച് നമ്മുടെ തമിഴ്നാട്ടിൽ ഒരുപാട് കോളേജുകളും ഒരുപാട് ഓപ്പർച്യൂണിറ്റികളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇവർ പുറത്തേക്കൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഒരു ജോബിന് വേണ്ടി ശ്രമിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞങ്ങൾ നരസീപുരത്തുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മുൻവശത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ക്യാമ്പസ്. അപ്പോൾ വലിയൊരു ക്യാമ്പസാണ്. അവിടെ തന്നെ ആർട്സ് കോളേജുകളും ബാക്കി സ്കൂളും എല്ലാം ഉള്ള ഒരു വലിയൊരു ക്യാമ്പസാണ് കേട്ടോ അത്. അപ്പം ഞങ്ങൾ അകത്തേക്ക് കയറി. ഞങ്ങൾ ഒരു 7:40 അവിടെ എത്തി കേട്ടോ. പിന്നെ ഞങ്ങൾ വാഷ്റൂമിലെല്ലാം പോയി. ഞങ്ങൾ സെറ്റൊക്കെ ആയിട്ട് 8:30 നമ്മൾ ഹാളിൽ കയറണം. അപ്പം ഞങ്ങൾ അങ്ങോട്ടത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു, കാൻഡിഡേറ്റ്സ്. അപ്പം നമ്മുടെ കയ്യിലൊരു ഫോമെല്ലാം ഉണ്ട്. അപ്പം അത് അവിടെ വെച്ച് ഫോട്ടോ എല്ലാം ഒട്ടിച്ച് വെക്കണം. പിന്നെ നമ്മളുടെ ഒരു ID, നമ്മൾ ആ ഫോമിൽ എഴുതിയിട്ടുള്ള ID കൊണ്ടുവേണം നമ്മൾ കയറാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ആ ഫോമിൽ ഫോട്ടോ എല്ലാം ഒട്ടിച്ചു. എല്ലാം ഒന്നും കൂടെ ഒക്കെ നോക്കി ഇട്ടൊക്കെ നമ്മൾ അത് ആ ഒരു ഫ്രണ്ട് ഓഫീസിൽ കാണിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് കാണിച്ചിട്ട് അപ്പം സമയം ഏകദേശം 8:15 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം 2 മിനിറ്റ് ഇരുന്ന് നിരഞ്ജന ഒന്ന് നോക്കാമെന്ന് കരുതി ഇരിക്കുകയാണ്. അപ്പോൾ നിരഞ്ജനയ്ക്ക് ടെൻഷൻ തുടങ്ങി. അപ്പോൾ 8:30 ആയപ്പോൾ കാൻഡിഡേറ്റ്സിനെ എല്ലാം കയറ്റി കേട്ടോ. അപ്പോഴേക്കും സാറ് വന്നിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ നിരഞ്ജനയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഒരു 12:15 മണിയോടുകൂടി നിരഞ്ജനയൊക്കെ ഇറങ്ങി വന്നു കേട്ടോ. അപ്പം നിരഞ്ജന ഇംഗ്ലീഷാണ് കേട്ടോ വിഷയം. അപ്പം നിരഞ്ജനയ്ക്ക് ഒരു ഇച്ചിരി പാടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ സംസാരമാണ് നടക്കുന്നത്.
അപ്പൊ അങ്ങനെ ഇന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പിന്നെ എനിക്ക് പാടായിരുന്നു, പേപ്പർ 2 എനിക്ക് പാടായിരുന്നു. 1 കുഴപ്പമില്ല, ജനറൽ പേപ്പർ ആയിരുന്നല്ലോ. അത് പേപ്പർ 2-ലേപ്പാ നമുക്കറിയാവുന്ന ഒരു പേഴ്സും ഞാൻ അതിനെ ആരും അത് നമ്മുടെ സാധാരണ പേഴ്സ് ഒന്നും അല്ല. ഞാൻ അപ്പഴടുത്ത് പറയണമെന്ന് ചോദിച്ച് അവസാന നിമിഷം 2-3 ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതുപോലെ എടുക്കും. പക്ഷെ അതിനകത്ത് കോംപ്രഹെൻസീവ് മറ്റേ പാരഗ്രാഫ് വന്നിട്ടേ അല്ല അത് അല്ല ഇംഗ്ലീഷ് മെയിൻ പേപ്പറില്. എന്നിട്ടത് പറഞ്ഞ ആള് ബേക്കണോ അങ്ങനെയൊക്കെ നമുക്കറിയാവുന്ന ഒരാളാണ്. നിന്റെ നെറ്റിനെ പറ്റി പറ, സെറ്റിനെ പറ്റി പറ. സെറ്റ് എക്സാം, തമിഴ്നാട് സെറ്റ് എക്സാമിന് PG മതി. പിന്നെ PG പെർസെൻറ്റേജ് ഉണ്ട്, 55% ആണ്. അതിനെക്കാട്ടി ഇത് ഇവിടുത്തെ സെറ്റ് എന്ന് വെച്ചാൽ നെറ്റിന് തുല്യമാണ്. പിന്നെ 2 ദിവസം കൊണ്ടായിട്ട് ഇവിടെ പല സബ്ജക്റ്റുകളിലും സെറ്റ് പരീക്ഷ നടക്കുന്നുണ്ട്. അതിൽ ഹിസ്റ്ററിയും ലോയും അത്യാവശ്യം എളുപ്പമായിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് ഒരു ഇച്ചിരി ടഫായിരുന്നു. ഇനിയിപ്പോൾ അതെനിക്കാണോ ടഫ് എന്ന് എനിക്കറിഞ്ഞു. പക്ഷേ പിള്ളേരൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്, എന്നാലും അങ്ങനെ പ്രതീക്ഷിക്കും. അപ്പം സെറ്റ് പരീക്ഷ നിരഞ്ജനിക്ക് ഒരു ഇച്ചിരി പാടായിരുന്നു. കാരണം അങ്ങനെ പ്രിപ്പയർ ഒന്നും ചെയ്യാതെ എഴുതിയതാണ്, ആദ്യമായിട്ട് എഴുതിയതാണ്. അപ്പം അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും പ്രിപ്പയർ ചെയ്ത് എഴുതാമെന്ന് കരുതുന്നു. അതിനോടൊപ്പം നെറ്റും ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് എഴുതാമെന്ന് കരുതുന്നു. കിട്ടും എന്നല്ല, ട്രൈ ചെയ്യാമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പം കേരളത്തിലുള്ളവർക്ക് പറയുകയാണ്, അപ്പം നമ്മൾ നമുക്ക് ജോബ് ആവശ്യമാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. നമ്മൾ തമിഴ്നാട് സെറ്റ് പരീക്ഷ പാസ്സാവുക, ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോയിൽ കാണാം.